ഗോവൻ യാത്രകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി പുതിയ ഗോവയിലെ യാത്ര എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഉള്ളത് ഗോവയിലെ വാസ്കോഡിഗാമ നഗരത്തിലെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് വാസ്കോഡിഗാമ നഗരത്തിൽ നിന്നും ഗോവയിലെ ഏറ്റവും വലിയ നഗരമായ മർഗോവയ്ക്കാണ്. മർഗോവയ്ക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും മർഗോവ നഗരത്തിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അങ്ങനെ നമ്മൾ വാസ്കോഡിഗാമ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ്സിന് കയറി യാത്ര ആരംഭിച്ചിരിക്കുന്നു. വഴിയോരത്തെ കാഴ്ചകൾ ഒക്കെ ഇതാണ്. വളരെ പ്രാചീനമായ ഒരു പട്ടണമായിരുന്നു വാസ്കോഡിഗാമ. ആ പ്രാചീനമായ പട്ടണത്തിൽ നിന്നും നമ്മളിപ്പോൾ മർഗോവ എന്ന ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ വഴിനീളെ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഉൾക്കടൽ കയറിക്കിടക്കുന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. ഇവിടെ പല വിധത്തിലുള്ള ധാതു വസ്തുക്കളും കുഴിച്ചെടുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഗോവയിലെ ഈ പ്രദേശം. മർഗോവയിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വഴിയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളും ഉൾക്കടലിൻ്റെ കാഴ്ചകളുമൊക്കെ കണ്ട് അങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോൾ മർഗോവയെക്കുറിച്ച് അല്പം സംസാരിച്ചു പോകാം. മാതാഗ്രാമം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മഡ്ഗാവ് എന്ന വാക്കുണ്ടായത്. ഇതൊരു കൊങ്കിണി വാക്കാണ്. അതുപോലെ തന്നെ ഈ മർഗോവ ഗോവയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഗോവയിലെ ഏറ്റവും വലിയ വാണിജ്യ നഗരവും ഈ മഡ്ഗാവ് തന്നെയാണ്. അതുപോലെ തന്നെ മഡ്ഗാവിലെ ആണ് ഗോവയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്, മഡ്ഗോൺ എന്ന റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത്. ഈ വാസ്കോയിൽ നിന്നും മഡ്ഗോണിലേക്ക് പോകുന്ന പാതയിലാണ് ഗോവയിലെ ഏക വിമാനത്താവളമായിട്ടുള്ള സ്ഥലമുള്ളത്. ഇപ്പോൾ കാണുന്ന കാഴ്ച ഗ്രാമപ്രദേശങ്ങളാണ്. ഗ്രാമപ്രദേശങ്ങൾ ഏകദേശം കേരളത്തിന് സമാനമായ അതേ പ്രകൃതം തന്നെയാണ്. കേരളത്തിലേതുപോലുള്ള വീടുകൾ ഒക്കെ നമ്മൾ ഈ യാത്രയിൽ നമുക്ക് കാണാം. പിന്നെ കാര്യമായുള്ളത് മനോഹരമായ റോഡുകളാണ്. ഗോവയിലെ നല്ല കുണ്ടും കുഴിയും ഒന്നുമില്ലാത്ത റോഡുകൾ, കേരളത്തിലേതിന് സമാനമായ വീടുകൾ കണ്ടോ. ഇങ്ങനെയുള്ള മനോഹരമായ കേരളത്തിലേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഓടിട്ട വീടുകൾ, ഒരു 40-50 വർഷം മുമ്പുള്ള പോലുള്ള വീടുകൾ. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മഡ്ഗോവിലേക്ക് ഒരു സെമിത്തേരിയുടെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വീണ്ടും ഗ്രാമപ്രദേശങ്ങൾ, ദിശാബോർഡുകൾ, മർഗോവയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകളും കാണാം. വാസ്കോഡിഗാമ നഗരത്തിൽ നിന്നും 28 കിലോമീറ്ററാണ് മർഗോവ എന്ന ഈ ഗോവയിലെ നഗരത്തിലേക്ക്. അങ്ങനെ നമ്മൾ ഏതാണ്ട് മർഗോവയോട് അടുത്ത് കഴിഞ്ഞു. വലിയൊരു കെട്ടിടം ദൂരെ കാണാം. ഇത് മർഗോവയിലെ ജില്ലാ ആശുപത്രിയാണ്, ജില്ലാ സർക്കാർ ആശുപത്രിയാണ്. വലിയ രീതിയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ കാഴ്ച ഇവിടെ നമ്മുടെ ബസ് നിർത്തുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ മർഗോവയുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആണെന്ന് വിചാരിക്കുന്നു വലിയൊരു കെട്ടിടം. അതും കടന്ന് നമ്മൾ വീണ്ടും മർഗോവയുടെ പ്രധാന പട്ടണ പ്രദേശങ്ങളിലേക്ക് ബസ് നീങ്ങുകയാണ്. ഗോവയിലെ 2 ജില്ലകളിൽ ഒന്നായ സൗത്ത് ഗോവയുടെ തലസ്ഥാനം കൂടി ജില്ലാ ആസ്ഥാനം കൂടിയാണ് ഈ മർഗോവ. വീണ്ടും നമ്മുടെ യാത്ര ബസ് സ്റ്റാൻഡിലേക്കാണ്. ഏതാണ്ട് 4 മണിക്ക് വാസ്കോഡിഗാമയിൽ നിന്നും ആരംഭിച്ച ഈ ബസ് യാത്ര ഏകദേശം 1 മണിക്കൂറിലധികം കൊണ്ട് ഈ മർഗോവ എന്ന വലിയ പട്ടണത്തിലേക്ക്, ആ പട്ടണ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം സന്ധ്യയായിരിക്കുന്നു. കാഴ്ചകൾക്ക് ലേശം തെളിമ കുറവുണ്ട്. അങ്ങനെ മർഗോവ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ ഏകദേശം 5:45 ആയിരിക്കുന്നു. ഇതൊക്കെയാണ് മർഗോവ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോൾ ഈ സന്ധ്യ മയങ്ങിയ സമയത്തെ കാഴ്ചകൾ.
ഗോവയിലെ പ്രത്യേകത ഇവിടെയുള്ള ബസ്സുകളെല്ലാം തന്നെ നീളം കുറഞ്ഞ ബസ്സുകൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർഗോവ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളാണ്. ആ മാർഗോവ ബസ് സ്റ്റാൻഡിലെ രാത്രി കാഴ്ചകളിലേക്കാണ്. മാർഗോവ ടാക്സി സ്റ്റാൻഡിൻ്റെ ബോർഡും ഇവിടെ കാണാം. കുറച്ച് രാത്രി കാഴ്ചകൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തുള്ള ഹൈവേയിലെ കാഴ്ചകൾ ഞാൻ എടുക്കുകയാണ്. സമയം ഇരുണ്ടിരിക്കുന്നു, കാഴ്ചകൾക്ക് വ്യക്തത കുറവാണ്, എങ്കിലും കുറച്ച് കാഴ്ചകൾ എടുക്കുകയാണ്. ഗോവയിൽ എല്ലായിടത്തും കാണാവുന്നത് പോലെ തന്നെ ഇവിടെ ബൈക്ക് ടാക്സിയുടെ സ്റ്റാൻഡാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബോർഡ് ഇതാ കാണാം. അപ്പോൾ മാർഗോവയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇനി പോകുന്നത്. അതിനായി ബസ്സിൽ കയറിയിരുന്നു. മാർഗോവ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 5 കിലോമീറ്ററോളമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ്. ഇത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ചർച്ചാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് അത് കാണുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ മാർഗോവയുടെ പ്രധാനപ്പെട്ട നഗരവീഥികളിലൂടെയാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഏകദേശം 20 രൂപയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. മഡ്ഗോൺ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററോളം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ബസ് എത്തിച്ചേർന്നിരിക്കുന്നു. ബസ് നിർത്തി അവിടുന്ന് ഏകദേശം ഒരു 300 മീറ്ററോളം നടന്നാൽ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനെത്തി. അങ്ങനെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നിരിക്കുന്നു. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ടൂറിസ്റ്റുകൾ ഇത്രയധികം വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മഡ്ഗോൺ. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ കുറച്ചു നേരം ഞാൻ പകർത്തുകയാണ്. ഐ ലവ് യു ഗോവ എന്ന പ്രസിദ്ധമായിട്ടുള്ള വാചകം ഇവിടെ വെച്ചിരിക്കും. മഡ്ഗോണിലെത്തി, അല്ലെങ്കിൽ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി കുറച്ച് വൈകി. അപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോകുന്നത് നേത്രാവതി എക്സ്പ്രസ് 10:20 രാത്രി ഈ മഡ്ഗോണിൽ നിന്ന്. അപ്പോൾ ആ ട്രെയിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ